ചൈനയിലെ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ വർഷം നടന്ന സ്റ്റേഡിയത്തിന്റെ മുന്നിലാട്ടോ ഞങ്ങളുള്ളത്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ഇത് ഹാൻജോ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വരൂ ഞങ്ങളുടെ കൂടെ. ഈ താമര സ്റ്റേഡിയം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒന്നായിരിക്കും. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഏഷ്യൻ ഗെയിംസിന് നിങ്ങളുടെ എല്ലാം ടിവികളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഇതായിരിക്കും. ഇതിനകത്ത് ഏകദേശം 80,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ അതിലിങ്ങനെ നടന്നു പോയപ്പോൾ കുറേ വയസ്സായ അമ്മച്ചിമാരെ കണ്ടു കേട്ടോ. അപ്പോൾ അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർ ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അതിലെ ആ പരിസരത്തൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ സന്യാസിനിയും അവരുടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സന്യാസിനിയും എൻ്റെ കൂടെ നിന്ന് അയാളും ഫോട്ടോയൊക്കെ എടുത്തു. ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതിൽ. അപ്പോൾ ഈ ചൈനീസ് കുട്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ കാണാൻ, ഇന്ത്യൻസിനെ കാണാൻ സുന്ദരികളാണെന്ന്. നമ്മൾ പറഞ്ഞു നിങ്ങളെ കാണാനാ സുന്ദരി എന്നിങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഇതാ ഇവിടെ വേറെ ഒരു അപ്പാപ്പനും മോളുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കുമോ ചോദിക്കുന്നു. ഇതാണ് ഹാൻജോ എന്ന് പറഞ്ഞ നഗരത്തിന്റെ ഹൃദയഭാഗത്തിലാണ് ഞങ്ങളുള്ളത്. ഷെയ്ജിയാങ് പ്രൊവിൻസിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഹാൻജോ എന്ന് പറഞ്ഞ സ്ഥലം. ദാ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ സിറ്റിസൺ സെന്റർ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സിറ്റിസൺ സെന്ററിലാണ്. അതിനുശേഷം ഞങ്ങളിതാ ഹാൻജോയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഹാൻജോ എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു ഇതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് മൂണിന്റെ ഷേപ്പിലും ഇത് കോണ്ടിനെന്റൽ കോൺഫറൻസ് സെന്റർ ആണ്. ഇത് സണ്ണിനെ പ്രതിനിധീകരിച്ചും അത് മൂണിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവര് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ലേ? ഇത് മൂണിൻ്റെതും ഈ കാണുന്നത് സണ്ണിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 你好，你听得懂没有？一点一点知道了。哪个国家？印度国家，印度啊 ，yes。ഓ, എല്ലാ വർഷവും ഒളിമ്പിക്സ് നടന്നതോ? ഓ, എവിടെയാ? ദൂരെയാണോ? അങ്ങനെ ഞങ്ങൾ ഇതിലേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ചൈനയിലെ ഏത് ഭാഗമാണേലും എവിടെ പോയാലും ക്ലീൻ ആണ്. അതാണ് ചൈനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലേടാ? അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ. ഒരു ടിഷ്യൂ പേപ്പർ പോലും ഇവരാരും വഴിയിലോട്ട് ഇടത്തുമില്ലെന്നുള്ളതാണ്. നമ്മളൊക്കെ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ താഴെ വീണു. അവിടെ എന്താ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. ആദ്യത്തെ പ്രാവശ്യം ഏഷ്യൻ ഗെയിംസ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അത് നമ്മുടെ ഇന്ത്യ ഇവിടെ വന്നിട്ട് ചൈനയിലെ ഹാൻജോയിൽ വന്നിട്ട് ന്യൂഡൽഹിയിൽ നിന്ന് എഴുതിയത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖം അല്ലേ. അത് 1951 അവിടെ ഇയറും എഴുതിയിട്ടുണ്ട്. അപ്പം 2 സ്ഥലത്ത് രാത്രിയിൽ ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ രാജ്യത്തിൻ്റെയും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ് നടന്ന എല്ലാ രാജ്യങ്ങളുടെ ഏത് ഇയറാണ് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2 സ്ഥലത്ത് ഇതുപോലെ ഇന്ത്യയുടെ ഉണ്ട്. അപ്പം 2 പ്രാവശ്യമാണ് ഇന്ത്യയിൽ വെച്ചിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നതെന്നുള്ളത് ഇവിടെ വന്നപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലേടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.